ഇരിഞ്ഞാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി റിസർവ് ബാങ്ക്. 6 മാസത്തേക്ക് നിക്ഷേപകർക്ക് പിൻവലിക്കാനാവുക 10,000 രൂപ മാത്രം. നിക്ഷേപകർ ആശങ്കയിൽ. ബാങ്കിനെതിരെ വ്യാപക പ്രതിഷേധം. റാപ്പർ വേടനെതിരെ പീഡന പരാതിയുമായി യുവ ഡോക്ടർ. പരാതി തനിക്കെതിരെയുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്നാരോപിച്ച് വേടൻ. സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്നും ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നതിന് ആലോചന. പൊതുജനാഭിപ്രായം തേടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ വർദ്ധിപ്പിച്ച സ്റ്റാൻഡ് ഫീസ് നൽകണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ്സുകൾ തടഞ്ഞ് കോർപ്പറേഷൻ അധികൃതരും കരാറുകാരും. പ്രതിഷേധിച്ച് ബസ് ഉടമകൾ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. കടലിൽ പോകാനുള്ള ഒരുക്കത്തിൽ മത്സ്യത്തൊഴിലാളികൾ. തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിലെ ലോഡ്ജിൽ വിൽപ്പനയ്ക്കെത്തിച്ച 5 കിലോ കഞ്ചാവ് എക്സൈസ് പിടികൂടി. ഉത്തർപ്രദേശ് സ്വദേശി സുഹൈൽ അറസ്റ്റിൽ. നെടുപുഴയിൽ MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. ഇരിഞ്ഞാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന് റിസർവ് ബാങ്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. 6 മാസത്തേക്ക് നിക്ഷേപകർക്ക് പിൻവലിക്കാനാവുക 10,000 രൂപ മാത്രം. റിസർവ് ബാങ്കിന്റെ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിനെ തുടർന്നാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. നിക്ഷേപകർ ആശങ്കയിൽ. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് ITU എന്ന ബാങ്കിനാണ് റിസർവ് ബാങ്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ തുടർന്ന് ഇതിൻ്റെ ATM-കളും അതുപോലെ തന്നെ CDM എല്ലാം അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല 6 മാസക്കാലത്തേക്ക് നിക്ഷേപകർക്ക് 10,000 രൂപ മാത്രമേ പരമാവധി പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന നിർദ്ദേശവും വന്നതോടുകൂടി നിക്ഷേപകരാകെ ആശങ്കയിലാണ്. മറ്റ് നിർദ്ദേശങ്ങളും പറയുന്നുണ്ട്. ബാങ്കിന് ചെയ്യാൻ അനുവാദമില്ലാത്ത കാര്യങ്ങൾ വായ്പ നൽകുകയോ പുതുക്കുകയോ ചെയ്യരുത്. പുതിയ നിക്ഷേപങ്ങൾ നടത്തുക, പണം കടം വാങ്ങുകയോ പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യുക എന്നിവയ്ക്കെല്ലാം വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പരമാവധി ചെയ്യാവുന്ന കാര്യങ്ങൾ ജീവനക്കാരുടെ ശമ്പളം, വാടക തുടങ്ങിയ കാര്യങ്ങൾ നൽകുക എന്നുള്ളതാണ്. ഇതോടുകൂടി നിക്ഷേപകരെല്ലാം ആശങ്കയിലാണ്. ഇന്നലെയാണ് ഈ വാർത്ത റിസർവ് ബാങ്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഇത് പുറത്തു വന്നതോടുകൂടി നിക്ഷേപകർ ആശങ്കയിൽ. അവർ ആ ആശങ്ക പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. ഇവരെ സമീപിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? നാളെ ഫോം തരും. ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞേക്കണം. എത്ര രൂപയുടെ നിക്ഷേപമുണ്ട്? 2 ലക്ഷം രൂപ. ഫോം ഫില്ല് ചെയ്ത് നൽകിയാൽ പണം തിരിച്ചു തരാമെന്ന് പറഞ്ഞു. പണം ദിവസം ഒരു ഡേറ്റ് അപ്പം പറയുന്നു പറഞ്ഞു. അപ്പം തരാമെന്ന് പറഞ്ഞു. പണം പോവില്ല എന്ന് പറഞ്ഞു. ഇതുപോലെ നിരവധി ആളുകൾ ബാങ്കിനെ ഈ വാർത്ത വന്നതോടുകൂടി ബാങ്കിനെ സമീപിക്കുന്നുണ്ട്. പല ആവശ്യങ്ങൾക്കായി ബാങ്കിൽ പണം നിക്ഷേപിച്ചവരുണ്ട്. ഇരിങ്ങാലക്കുട ഭാഗത്ത് നിന്ന് നിരവധി സ്ത്രീകളും അതുപോലെ തന്നെ വയസ്സായവരും ഉൾപ്പെടെ നിരവധി ആളുകളാണ് ബാങ്കിനെ സമീപിക്കുന്നത്. വളരെ ആശങ്കയോടുകൂടിയാണ് ഇവർ സമീപിക്കുന്നത്. ഇവരെ സമീപിക്കുമ്പോൾ പണം തീർച്ചയായും നൽകും, നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല എന്നുള്ള ഉറപ്പ് നൽകി ഇവരെ മടക്കി അയക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല അടുത്ത ദിവസങ്ങളിൽ ഒരു ഫോം നൽകണം എന്ന് പറയുകയും ചെയ്യുന്നു. ഇതേസമയം തന്നെ ബാങ്കിൻ്റെ ഭരണാധികാരികൾ ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് കൂടിയായ MP ജാക്സനാണ് ബാങ്കിന്റെ ചെയർമാൻ. അദ്ദേഹത്തിന്റെ പേരിലാണ് കുറിപ്പ് പുറത്തിരിക്കുന്നത്. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പേരിലുള്ള കുറിപ്പിൽ പറയുന്നത് ഇത് താൽക്കാലിക പ്രതിസന്ധി മാത്രമാണ്. ഇത് തീവ്ര പരിശ്രമമാണ്. ഈ പ്രതിസന്ധി മറികടക്കാൻ ബാങ്ക് നടത്തി വരുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിക്ഷേപകർ ബാങ്കിനോട് സഹകരിക്കണം എന്നതുകൂടി പറയുന്നു. ഇങ്ങനെയെല്ലാം പറയുമ്പോഴും ഓരോ മണിക്കൂറുകൾ ചെല്ലുന്തോറും നിക്ഷേപകരുടെ ആശങ്ക വർദ്ധിച്ച് നിക്ഷേപകർ ധാരാളമായി ഇവിടേക്ക് എത്തിച്ചേരുകയാണ്. തങ്ങളുടെ പണത്തിൻ്റെ അവസ്ഥ എന്തായി മാറും എന്നുള്ളതിൻ്റെ ആശങ്കയിലാണ് ഈ നിക്ഷേപകർ. വരും ദിവസങ്ങളിൽ കൂടുതൽ മറുപടി ഈ ബാങ്ക് നൽകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഇതിനെതിരെ പ്രതിഷേധമായി ഇപ്പോൾ തന്നെ രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. നിരവധി ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആശങ്കയോടുകൂടി സമീപിക്കുമ്പോൾ നിരവധി പേരാണ് ആശങ്കയോടുകൂടി എത്തുന്നത്. എന്തായാലും ഇരിങ്ങാലക്കുടയുടെ പൊതു ആശങ്കയായി ഈ ബാങ്കിനെ റിസർവ് ബാങ്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന കർശന നിയന്ത്രണങ്ങൾ മാറിയിരിക്കുകയാണ്. TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീണിനോടൊപ്പം മുകേഷ് ലാൽ. ഇരിഞ്ഞാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിനെതിരെ റിസർവ് ബാങ്ക് കടുത്ത നടപടി സ്വീകരിച്ചതോടെ വെട്ടിലായി കോൺഗ്രസ് നേതൃത്വം. പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി BJP-യും CPM-ഉം. വർഷങ്ങളായി കോൺഗ്രസ് നേതാവായ MP ജാക്സന്റെ നേതൃത്വത്തിലാണ് ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് ഭരണം. മുകുന്ദപുരം താലൂക്കിലെ വിവിധ സ്ഥലങ്ങളിൽ ബാങ്കിന് ശാഖകളുണ്ട്. അർബൻ ബാങ്ക് ആയതിനാൽ റിസർവ് ബാങ്കിന്റെ കീഴിലാണ് ദൈനംദിന കാര്യങ്ങൾ നടക്കുന്നത്.
വർഷങ്ങളായി നഷ്ടത്തിലാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ 45 കോടിയോളം നഷ്ടത്തിലാണെന്ന് ബാങ്ക് അധികൃതർ തന്നെ സമ്മതിക്കുന്നു. ഇരിങ്ങാലക്കുടയിൽ വലിയ തോതിലുള്ള നിക്ഷേപകർ ബാങ്കിനുണ്ട്. റിസർവ് ബാങ്കിന്റെ നടപടി രാഷ്ട്രീയപരമായി കൈകാര്യം ചെയ്യാൻ BJP ആദ്യഘട്ടത്തിൽ തന്നെ മുന്നോട്ട് വന്നു. ഇതിന്റെ ഭാഗമായി BJP പ്രവർത്തകർ ബാങ്കിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു. CPM അടുത്ത ദിവസം ബാങ്കിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPM BJPയും ബാങ്കിനെതിരെ രംഗത്ത് വന്നത് കോൺഗ്രസിനെയും പ്രധാന നേതാവായ MP ജാക്സനെയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. കരുവന്നൂരിന് സമാനമായ തട്ടിപ്പാണ് ഇരിഞ്ഞാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിൽ UDF ഭരണസമിതി നടത്തിയതെന്ന് BJP സഹകരണ സെൽ ജില്ലാ കമ്മിറ്റി ആരോപിച്ചു. നിക്ഷേപകർക്ക് തുക തിരികെ ലഭിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും BJP സഹകരണ സെൽ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. BJP പ്രവർത്തകർ ഇരിഞ്ഞാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിലേക്ക് മാർച്ച് നടത്തി. കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്ക് ഭരണസമിതി രാജിവെക്കണമെന്നും തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് BJP പ്രവർത്തകർ മാർച്ച് നടത്തിയത്. തുടർന്ന് നടന്ന ധർണ BJP സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് അധ്യക്ഷയായിരുന്നു. ആ ചർച്ചയുടെ ഒടുവിൽ റിസർവ് ബാങ്ക് അവിടെ നടത്തിയത്. പക്ഷേ ആ നടത്തിയത് വിഫലമായി. ഇവർ അതേ പോക്ക് തന്നെ പോയി. അവസാനം ഇരിഞ്ഞാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് ഭരണസമിതി രാജിവെക്കണമെന്ന് CPM. ബാങ്കിലെ നിക്ഷേപകരുടെയും ഇടപാടുകാരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. ബാങ്കിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും CPM ഇരിഞ്ഞാലക്കുട ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. നിക്ഷേപകർക്ക് വായ്പാ സംഖ്യ ആവശ്യാനുസരണം നൽകുന്നതിനുള്ള നടപടി ഇരിഞ്ഞാലക്കുട ടൗൺ സഹകരണ ബാങ്ക് കൈക്കൊള്ളണമെന്ന് CPI ഇരിഞ്ഞാലക്കുട മണ്ഡലം കമ്മിറ്റി. ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് ബാങ്കിനെ എത്തിച്ച UDF ഭരണസമിതിക്കെതിരെ കേരള സഹകരണ വകുപ്പ് സമഗ്രമായ അന്വേഷണം നടത്തി ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ് ആവശ്യപ്പെട്ടു. റാപ്പർ വേടനെതിരെ പീഡന പരാതിയുമായി യുവ ഡോക്ടർ. തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലാണ് യുവതി പരാതി നൽകിയത്. എന്നാൽ പീഡന പരാതി തനിക്കെതിരെയുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്ന് വേടൻ പ്രതികരിച്ചു. കേസിനെ നിയമപരമായി നേരിടും. കേസുമായി ബന്ധപ്പെട്ട സൂചന നേരത്തെ ലഭിച്ചിരുന്നു. ആസൂത്രിത നീക്കത്തിന് ഓഡിയോ ക്ലിപ്പ് ഉൾപ്പെടെയുള്ള തെളിവുകൾ കൈവശമുണ്ട്. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുമെന്നും വേടൻ പറഞ്ഞു. 2021 ആഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് വേടൻ പീഡിപ്പിച്ചുവെന്നാണ് പരാതി. വിവാഹ വാഗ്ദാനം നൽകിയാണ് പീഡനമെന്ന് പരാതിയിൽ പറയുന്നു. തുടർച്ചയായ പീഡനശേഷം വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് വേടൻ പിന്മാറിയെന്നും ഇത് ഡിപ്രഷനിലേക്ക് നയിച്ചുവെന്നും ആളുകൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഭയപ്പെട്ടാണ് ഇതുവരെ പരാതി നൽകാതിരുന്നത് എന്നും യുവതി പരാതിയിൽ വ്യക്തമാക്കി. സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്നും ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നതിൽ പൊതുജന അഭിപ്രായം തേടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഏപ്രിൽ മെയ് മാസങ്ങളിൽ സംസ്ഥാനത്ത് കനത്ത ചൂട് അനുഭവപ്പെടുന്നത് പലപ്പോഴും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. മൺസൂൺ കാലയളവായ ജൂൺ ജൂലൈ മാസങ്ങളിൽ കനത്ത മഴ കാരണം ക്ലാസുകൾക്ക് അവധി നൽകേണ്ടിവരുന്ന സാഹചര്യമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. അതിനാലാണ് പൊതുചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞു. ഇത്തരമൊരു മാറ്റം കൊണ്ടുവരുന്നതിലൂടെ എന്തെല്ലാം ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകും? കുട്ടികളുടെ പഠനത്തെയും ആരോഗ്യത്തെയും ഇത് എങ്ങനെ ബാധിക്കും? അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഇത് എത്രത്തോളം പ്രായോഗികമാകും? മറ്റ് സംസ്ഥാനങ്ങളിലെയും രാജ്യങ്ങളിലെയും അവധിക്കാല ക്രമീകരണങ്ങൾ നമുക്ക് എങ്ങനെ മാതൃകയാക്കാം? തുടങ്ങിയ വിഷയങ്ങളിലാണ് മന്ത്രി അഭിപ്രായം ആരാഞ്ഞത്. സ്കൂൾ അവധിക്കാല മാറ്റത്തെക്കുറിച്ചുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് സമ്മിശ്ര പ്രതികരണം. വിശദമായ ചർച്ചകൾക്ക് വേണ്ടിയാണ് മന്ത്രി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ചുട്ടുപൊള്ളുന്ന വേനലിൽ വീട്ടിലിരിക്കണോ? തിമിർത്ത് പെയ്യുന്ന മഴക്കാലത്ത് അവധി ആസ്വദിക്കണോ? മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തിരികൊളുത്തിയത് ചർച്ചകളുടെ മാലപ്പടക്കത്തിന്. അവധിയല്ലേ, അഭിപ്രായങ്ങളും കെട്ടുപൊട്ടിച്ചോടി. അവധി എപ്പോഴാണ് വേണ്ട? ഏപ്രിൽ മെയിലാണോ വേണ്ട, ജൂൺ ജൂലൈയിലാണോ? അത് രണ്ടായാലും കുഴപ്പമില്ല. പഠിപ്പാണ് മുഖ്യം. ഏപ്രിലിൽ മതി. എന്താ വെച്ചാ ഈ ജൂൺ ജൂലൈ വരുമ്പോ മഴയൊക്കെ പിന്നെ ഡ്രസ്സൊക്കെ കഴുകിടാൻ നല്ല പാടാ. 2 മാസം മതി. ധാരാളമാണ് 2 മാസം. ജൂൺ ജൂലൈ മഴ ദിവസം ലീവ് കിട്ടിയാൽ മതി. ഏപ്രിൽ മെയിൽ മതി മഴ മുടക്ക്. എന്താ അങ്ങനെ പറയാ? അത് മഴയോടൊരുമ്മി വീട്ടിലിരുന്നാലോ? മഴക്കാലത്ത് ഒന്നാമത് റോഡിന്റെ അവസ്ഥയൊക്കെ അറിയാലോ. അപ്പൊ പിന്നെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ സ്കൂളിലേക്ക് എത്താന്ന് വെച്ചാൽ കുറെ ദൂരത്തു നിന്നൊക്കെ ട്രാവൽ ചെയ്യണ പിള്ളേർക്ക് പ്രശ്നമായിരിക്കും. ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഒക്കെ വിട്ടുപിടിക്കാൻ ചിലർ. ഒക്ടോബർ സെപ്റ്റംബർ ആ സമയത്ത്
എന്താന്ന് വെച്ചാ അപ്പ മതി. തിളയ്ക്കുന്ന വേനലിൽ തളരാതെ കുട്ടികൾ വീട്ടിലിരിക്കട്ടെ എന്നുറപ്പിക്കുന്നവരുമുണ്ട്. എന്റെ അഭിപ്രായം ഈ ചൂടുകാലത്ത് സ്കൂൾ വേണ്ട എന്നാണ്. എന്തായാലും ചർച്ചകൾക്ക് അവധി നൽകരുതെന്ന കാര്യത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും ഒറ്റക്കെട്ട്. കൂടുതൽ ചർച്ച നടന്ന് അതിലൊരു പൊതുധാരണയിൽ എത്തട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മഴ ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട ഇപ്പോഴത്തെ പുതിയ കാലാവധി ഇതിൽ ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട അവധികൾ വരുന്നത് ഒരു തടസ്സം തന്നെയാണ്. ഒരു പൊതു ചർച്ച ഉണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. ആകെ ഒരു വീണ്ടും ഷഫ്ലിംഗ് വരില്ല, ആകെ നന്നായിട്ട് ആലോചിച്ച് എടുക്കേണ്ട തീരുമാനമാണ്. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം വിദ്യാഭ്യാസ രംഗത്തും കാലോചിതമായ നടപടികളും പരിഷ്കാരങ്ങളും ഒക്കെ ആവശ്യമാണ്. എന്നാൽ വിശദമായ ചർച്ചകളിലൂടെ വേണം തീരുമാനമെടുക്കാൻ എന്ന് മാത്രം. ക്യാമറമാൻ പ്രവീണിനൊപ്പം KB ലിബീഷ്, TCV ന്യൂസ്, തൃശൂർ. ഇടവേള. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ആടി സെയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ കോർപ്പറേഷൻ അധികൃതരും കരാറുകാരും പോലീസിന്റെ സഹായത്തോടെ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു. ശക്തനിലെ വർദ്ധിപ്പിച്ച സ്റ്റാൻഡ് ഫീസ് നൽകുന്നില്ലെന്നാരോപിച്ചാണ് ബസ്സുകൾ തടഞ്ഞത്. 25 രൂപയായിരുന്ന സ്റ്റാൻഡ് ഫീസ് 40 രൂപയായി വർദ്ധിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് കോടതിയിൽ നിലനിൽക്കുന്ന കേസ് തീർപ്പാകും മുൻപാണ് കോർപ്പറേഷന്റെ നടപടിയെന്ന് ബസ്സുടമകൾ ആരോപിക്കുന്നു. ഏപ്രിൽ 1 മുതലാണ് സ്റ്റാൻഡ് ഫീസ് വർദ്ധിപ്പിച്ചത്. നിലവിൽ ട്രിബ്യൂണൽ കോടതിയിലുള്ള വിഷയത്തിൽ നോട്ടീസ് പോലും നൽകാതെയാണ് ബസ്സുകൾ തടഞ്ഞതെന്ന് ബസ്സുടമ സംഘം പ്രതിനിധി പ്രദീപ് കുമാർ പറഞ്ഞു. ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന ബസ്സുകൾക്ക് ഏകപക്ഷീയമായിട്ട് കോർപ്പറേഷൻ ഫീസ് 40 രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 25 രൂപയായിരുന്നു നിലവിൽ സ്റ്റാൻഡ് ഫീസായിട്ട് ഓരോ സ്വകാര്യ ബസ്സുകളും കൊടുത്തുകൊണ്ടിരുന്നത്. ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ ഓരോ വർഷം തോറും പരിതാപകരമായിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ദുരിതമനുഭവിച്ച് കേരളത്തിലെ ഈ തൃശ്ശൂർ ജില്ലയിലെ ബസ്സുകൾ എല്ലാ റോഡുകളും തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഈ അവസ്ഥയിൽ ബസ്സുകൾ ഓടിച്ച് എത്താൻ പോലും പ്രയാസപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഈ ബസ് സ്റ്റാൻഡ് ഫീസ് ഏകപക്ഷീയമായി കോർപ്പറേഷൻ 40 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ പേരിൽ ആ ഫീസ് 15 രൂപ വർദ്ധിപ്പിച്ച ഫീസ് നൽകിയില്ല എന്നുള്ള ഒറ്റ പേരിൽ കോർപ്പറേഷന്റെ അധികാരികൾ പോലീസിനെയും കൂട്ടിക്കൊണ്ട് ഇവിടുത്തെ ലൈസൻസിയും കൂടി വന്നുകൊണ്ട് ഇവിടുത്തെ ഇന്ന് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളെ ഒരു നോട്ടീസ് പോലും ഇല്ലാതെ ഏകപക്ഷീയമായിട്ട് വന്ന് ബസ്സുകൾ തടയുകയാണ് ഇവിടെ ഉണ്ടായത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ബസ്സുകൾക്ക് ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു ഗുരുതരമായ ഒരു അവസ്ഥ വരുന്നത്. ഒരു മിന്നൽ രീതിയിലാണ് ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഒരു നോട്ടീസ് പോലും ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. അത്തരം ഒരു നടപടിയിലാണ് ഇപ്പോൾ ഇവിടെ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ നിർത്തേണ്ട ഒരു സാഹചര്യം വന്നിട്ടുള്ളത്. പിന്നീട് കോർപ്പറേഷൻ അധികൃതർ നടപടികൾ നിർത്തിവച്ചതിന് ശേഷമാണ് ബസ് സർവീസുകൾ പുനരാരംഭിച്ചത്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നാളെ പുലർച്ചെ മുതൽ കടലിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനമാണ് അർദ്ധരാത്രിയോടെ അവസാനിക്കുന്നത്. കടലിൽ പോകാൻ മത്സ്യബന്ധന ഹാർബറുകളിൽ നേരത്തെ തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ബോട്ടുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി. ഐസ്, ഇന്ധനം, കുടിവെള്ളം, പാചക സാമഗ്രികൾ എന്നിവ സംഭരിക്കുക, വലകൾ കയറ്റുക, GPS പോലുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങൾ സ്ഥാപിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി. അനുബന്ധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരെല്ലാം സജീവമാണ്. ട്രോളിംഗ് നിരോധനം തുടങ്ങിയപ്പോൾ നാട്ടിൽ പോയ ഇതര സംസ്ഥാന തൊഴിലാളികളും തിരിച്ചെത്തി. വെള്ളിയാഴ്ച പുലർച്ചെ ബോട്ടുകൾ കടലിലിറങ്ങും. യന്ത്രവൽകൃത ബോട്ടുകളും എഞ്ചിൻ ഘടിപ്പിച്ച യാനങ്ങളുമടക്കം 4200 ബോട്ടുകളാണ് കേരള തീരത്തുനിന്ന് മത്സ്യബന്ധനത്തിന് തയ്യാറെടുക്കുന്നത്. മീനുകളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് എല്ലാ മൺസൂൺ കാലത്തും കേരള തീരത്ത് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ജൂൺ 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ന്യൂസ് ഡെസ്ക്, TCV. തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിലെ ലോഡ്ജിൽ ഡൽഹിയിൽ നിന്ന് വിൽപ്പനയ്ക്കെത്തിച്ച 5 കിലോ കഞ്ചാവ് എക്സൈസ് പിടികൂടി. ഉത്തർപ്രദേശ് സ്വദേശി സുഹൈൽ അറസ്റ്റിലായി.
നെടുപുഴയിൽ MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. 2.82 ഗ്രാം MDMA-യുമായി വെങ്ങണിശ്ശേരി സ്വദേശി ശരത്താണ് നെടുപുഴ പോലീസിന്റെ പിടിയിലായത്. വാഹന പരിശോധനയ്ക്കിടെയാണ് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന MDMA പോലീസ് പിടിച്ചെടുത്തത്. ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് തുറങ്കിലടയ്ക്കപ്പെട്ട മലയാളി കന്യാസ്ത്രീകളുടെ വിടുതൽ ആവശ്യപ്പെട്ട പ്രമേയവുമായി തൃശൂർ കോർപ്പറേഷൻ. പ്രമേയത്തെ തള്ളി BJP. വിഷയത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് രൂക്ഷ വിമർശനം. 1000 കോടി രൂപയുടെ ശക്തൻ നഗർ വികസനം, തെരുവ് നായ്ക്കൾക്ക് ഷെൽട്ടർ ഉൾപ്പെടെയുള്ള അജണ്ടകൾ പാസാക്കി കൗൺസിൽ. പ്രതിപക്ഷ ഉപനേതാവ് സുനിൽ രാജും ഭരണപക്ഷത്തു നിന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ റോബ്സണുമാണ് കൗൺസിൽ യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചത്. ഇതിനെ LDF, UDF അംഗങ്ങൾ ഒരുപോലെ പിന്തുണച്ചു. കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ വേട്ടയുടെ ഭാഗമാണിതെന്ന് കുറ്റപ്പെടുത്തിയ കോൺഗ്രസ് LDF അംഗങ്ങൾ നടപടിയെ ശക്തമായി അപലപിച്ചു. ന്യൂനപക്ഷ പീഡനത്തിനായി മതപരിവർത്തന നിയമത്തെ ദുരുപയോഗം ചെയ്യുകയാണുണ്ടായതെന്നും അവരെ കുറ്റവിമുക്തരാക്കണമെന്നും അംഗങ്ങൾ പറഞ്ഞു. വിഷയത്തിൽ തൃശൂരിന്റെ MP കൂടിയായ സുരേഷ് ഗോപി മൗനം വെടിയണമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജയപ്പല്ലൻ ആവശ്യപ്പെട്ടു. ക്രൈസ്തവ ദേവാലയങ്ങളിലെത്തി പ്രാർത്ഥന ചൊല്ലിയും കിരീടം സമർപ്പിച്ചും ബിഷപ്പുമാരുടെ അരമനകളിൽ കയറിയിറങ്ങിയും കേക്ക് വിതരണം ചെയ്തു നടത്തുന്നത് വോട്ടിനു വേണ്ടിയുള്ള അഭിനയമായിരുന്നുവെന്ന് അംഗങ്ങൾ വിമർശിച്ചു. എന്നാൽ പ്രമേയം തള്ളിയ BJP അംഗങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഇടത് വലത് നാടകമാണിതെന്നും കുറ്റപ്പെടുത്തി. സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൽ ഇടപെടൽ നടത്തിയെന്നും സമയമാകുമ്പോൾ പറയുമെന്നും BJP കൗൺസിലർമാർ പറഞ്ഞു. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സുരേഷ് ഗോപിക്ക് കത്തയച്ചിട്ടുണ്ടെന്നും കൗൺസിൽ പാസാക്കിയ പ്രമേയവും അദ്ദേഹത്തിനും പ്രധാനമന്ത്രിക്കും അയച്ചു നൽകുമെന്നും മേയർ MK വർഗീസ് യോഗത്തെ അറിയിച്ചു. കോടതി വ്യവഹാരങ്ങൾക്കായി കോർപ്പറേഷന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകർക്ക് ഫീസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട അജണ്ട തർക്കങ്ങൾക്കിടയാക്കി. പല കേസുകളും പരാജയമാണെന്നും ഇതിന് ഫീസ് നൽകേണ്ടതില്ലെന്നും അത് കോർപ്പറേഷന് അധിക ഭാരമാണെന്നും കോൺഗ്രസ് അംഗങ്ങൾ വാദിച്ചു. ഇത് സംബന്ധിച്ച അജണ്ട വോട്ടിനിടണമെന്ന് കോൺഗ്രസ് BJP അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഇതിനിടെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ പലതും നടപ്പിലാക്കുന്നില്ലെന്നും പല കാര്യങ്ങളും താൻ അറിയുന്നില്ലെന്നും കമ്മിറ്റി അധ്യക്ഷ കൂടിയായ ഡെപ്യൂട്ടി മേയർ ML റോസി തുറന്നടിച്ചു. ഇങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പിരിച്ചുവിടണമെന്നും ഡെപ്യൂട്ടി മേയർ ആവശ്യപ്പെട്ടത് ഭരണസമിതിയെ ഒരിക്കൽ കൂടി വെട്ടിലാക്കി. ഇത് ഏറ്റെടുത്ത കോൺഗ്രസ് അംഗങ്ങൾ ഡെപ്യൂട്ടി മേയറെ ഒറ്റപ്പെടുത്താൻ അനുവദിക്കില്ലെന്നും അറിയിച്ചു. TCV തൃശൂർ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതിനെതിരെ ഒല്ലൂർ ഫൊറോന കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഫൊറോന തല പ്രതിഷേധം സംഘടിപ്പിച്ചു. ഫൊറോന പ്രൊമോട്ടർ ഫാദർ ജോയ് ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഫൊറോന പ്രസിഡന്റ് അലോഷ്യസ് കുറ്റിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ഷിൻഡോ പാലയ്ക്കൽ, തൊമ്മി പിടിയത്ത്, സിസ്റ്റർ ഹാംബലിൻ തുടങ്ങിയവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് കേരള മഹിളാ സംഘത്തിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം കേരള മഹിളാ സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഷീല വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KS ജയ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് M സ്വർണലത, സംസ്ഥാന കമ്മിറ്റി അംഗം CR റോസിലി തുടങ്ങിയവർ സംസാരിച്ചു. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിലൂടെ BJP ഗവൺമെന്റിന്റെ യഥാർത്ഥ ഫാസിസ്റ്റ് മുഖം ഒരിക്കൽ കൂടി പുറത്തായതായി കേരള കോൺഗ്രസ് ജേക്കബ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KR ഗിരിജൻ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്തതിലും മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്ന നിരന്തരമായ ആക്രമണത്തിലും പ്രതിഷേധിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് ജേക്കബ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടി ജില്ലാ പ്രസിഡന്റ് PM ഏലിയാസ് അധ്യക്ഷത വഹിച്ചു. പാർട്ടി നേതാക്കളായ സോമൻ കൊളപ്പാറ, PP ജെയിംസ്, വസന്തൻ ചിയാരം, CM ബാലസുന്ദരൻ, ആൽബിൻ പ്ലാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ ജയിലിലടച്ച BJP സർക്കാരിന്റെ നടപടിക്കെതിരെ CPM കുന്നത്തങ്ങാടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരുവ് നാടകം നടത്തി പ്രതിഷേധിച്ചു. നാടകപ്രവർത്തകൻ ജെയ്മോൻ അന്തിക്കാടാണ് മനക്കുടി കിഴക്കുംപുറം സെന്ററിൽ തെരുവ് നാടകം അവതരിപ്പിച്ചത്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. VP സുരേഷ് അധ്യക്ഷത വഹിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ, നീതു ഷിജു, K രാഗേഷ്, TV വിദ്യാധരൻ തുടങ്ങിയവർ സംസാരിച്ചു.
ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ടില്ലെന്നാരോപിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ എംപിയുടെ തൃശൂരിലെ ക്യാമ്പ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ചെറൂർ സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ക്യാമ്പ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ ഡിവൈഎഫ്ഐ ജില്ലാ ട്രഷറർ KS സെന്തിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദ് പള്ളിയിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി ND നിതീഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഹർഷ വിനീത്, ട്രഷറർ NG സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ബജ്രംഗളിന്റെയും സംഘപരിവാറിന്റെയും നേതൃത്വത്തിൽ ജനകീയ വിചാരണ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. 14 വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ വയോധികന് 30 വർഷം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. തൊഴിയൂർ സ്വദേശി തളുകശ്ശേരി വീട്ടിൽ മൊയ്തീനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 30 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. പിഴ സംഖ്യയിൽ നിന്നും 1 ലക്ഷം രൂപ കുട്ടിക്ക് നഷ്ടപരിഹാരമായി നൽകുന്നതിനും കോടതി വിധിച്ചു. 2023 ഡിസംബർ 30-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് C നിഷ എന്നിവർ കോടതിയിൽ ഹാജരായി. ലൈംഗിക അതിക്രമ കേസിൽ പ്രതിക്ക് 60 വർഷം തടവും 30,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വടക്കാഞ്ചേരി അതിവേഗ പോക്സോ കോടതിയുടേതാണ് വിധി. കുണ്ടന്നൂർ സ്വദേശി സജയനെയാണ് ശിക്ഷിച്ചത്. അമ്മയുടെ 2ാം ഭർത്താവായ പ്രതി അതിജീവിതയായ കുട്ടിയെ 9 വയസ്സുള്ളപ്പോൾ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് വിധി. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ES സീനത്ത് ഹാജരായി. കരൂപ്പടന്നയിൽ ഭർതൃഗൃഹത്തിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ ഫസീലയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം. തന്റെ മകളെ കൊലപ്പെടുത്തിയതാണോ എന്ന് സംശയമുണ്ടെന്ന് ഫസീലയുടെ പിതാവ് കാട്ടുപറമ്പിൽ റഷീദ് പറഞ്ഞു. കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവ് നൌഫലും ഉമ്മയും ഫസീലയെ പീഡിപ്പിച്ചിരുന്നതായും റഷീദ് കുറ്റപ്പെടുത്തി. എൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ അവര് തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയതാണോ എന്ന് എനിക്കറിയാൻ പറ്റൂല. കാരണം അമ്മായിമ്മയും അവനും വളരെ മോശക്കാരാണ്. മോശക്കാരെന്ന് പറഞ്ഞാൽ പീഡനം തന്നെ. ഇപ്പം 8 മാസത്തിന് മുപ്പിട്ട് ഒരു സംഭവം ഉണ്ടായി. ഞാനതന്ന് അറിഞ്ഞിട്ടില്ല, എന്നെ അറിയിച്ചിട്ടില്ല ഇവർ. എൻ്റെ ഭാര്യയും അവളെ ആങ്ങളെയും കൂടിയും പോയാണ് ചോദ്യം ചെയ്തത്. മോള് വിളിച്ചിട്ട് അവർ ചെന്നാണ് മോളെ ദ്രോഹിച്ചിട്ട്. ആ സംഭവം ഞാൻ ഇപ്പോഴാണ്. അത് സ്വർണത്തിൻ്റെ പ്രശ്നമാണ്. സ്വർണം ഞാൻ കൊടുത്തേക്കണ അവർക്ക് പോരാ. അവർ നമ്മളോട് സ്വർണം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്നാലും നമ്മൾ കൊടുത്തതാണ്. അതവർക്ക് പോരാ. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ തന്റെ മകൾ പീഡനം അനുഭവിച്ചു വരികയായിരുന്നു. ഫസീലയുടെ 9 മാസം പ്രായമുള്ള കുട്ടിക്ക് ആവശ്യമായ ചികിത്സ ലഭ്യമാക്കാൻ പോലും നൌഫലും കുടുംബവും തയ്യാറാകാറില്ലെന്ന് റഷീദ് ആരോപിച്ചു. ചൊവ്വാഴ്ച രാവിലെ ഫസീലയുടെ വാട്സപ്പ് സന്ദേശം കണ്ട് ഭർതൃവീട്ടിലെത്തിയപ്പോൾ ഫസീലയ്ക്ക് തലചുറ്റൽ അനുഭവപ്പെട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നാണ് നൌഫൽ പറഞ്ഞത്. ഫസീലയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഭർത്താവും ഉമ്മയും തയ്യാറായില്ലെന്നും ബന്ധുക്കളാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും റഷീദ് പറയുന്നു. 4 ദിവസം എൻ്റെ മോനിക്ക് വയറ്റിന്ന് വെള്ളം മാതിരി പോയപ്പോൾ ഡോക്ടറേത്ത് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ അവർ പൈസ ചെലവാക്കണ കാര്യത്തിൽ വളരെയധികം പിന്നാക്കുള്ള പാർട്ടിയാണ്. അപ്പം എൻ്റെ മോൾ എന്നെ വിളിച്ച് അവിടെ തന്നെ വിളിച്ച് മോള് പറ്റില്ലെങ്കിൽ ഓട്ടോ വിളിച്ച് പോര്, അല്ലെ വാപ്പയോട് വണ്ടി പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഉമ്മാനെ പറഞ്ഞേക്കാം. അത് അവിടെ എന്തോ രൂക്ഷമായ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 6:49 മെസ്സേജ് വന്ന് 7:20 ഞാൻ ആ സ്പോട്ടിലെത്തണം, ഞാനും എൻ്റെ ഭാര്യയും കൂടി. ഞാൻ ചോദിച്ചെൻ്റെ മോൾക്ക് എന്തേന്ന് വെച്ചപ്പോൾ നീ തല കറങ്ങിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കെന്ന് പറഞ്ഞു. കൊണ്ടുപോയത് 2 മാമന്മാർ. ഭർത്താവല്ല തള്ളയല്ല, വാപ്പയാണെങ്കിൽ അവിടെ ഉണ്ടാവില്ല.
മകളുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തണമെന്നും റഷീദ് ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. മാള മേഖലയിൽ 3 ക്ഷേത്രങ്ങളിൽ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് മോഷണം. പള്ളിപ്പുറം കളരിക്കൽ ഭഗവതി ക്ഷേത്രം, ചെന്തുരുത്തി മഹാവിഷ്ണു ക്ഷേത്രം, കുറുപ്പംപറമ്പ് വീരഭദ്ര ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. ക്ഷേത്രം ഭാരവാഹികൾ മാള പോലീസിൽ പരാതി നൽകി. സമയക്രമത്തെ ചൊല്ലി വരന്തരപ്പള്ളിയിൽ ബസ് ജീവനക്കാർ തമ്മിൽ ഏറ്റുമുട്ടി. ബുധനാഴ്ച രാവിലെ വരന്തരപ്പള്ളിയിൽ വെച്ചായിരുന്നു സംഭവം. തൃശൂർ ചിമ്മിനി റൂട്ടിൽ സർവീസ് നടത്തുന്ന യാസിൻ ബസിലെയും തൃശൂർ കോടാലി റൂട്ടിൽ ഓടുന്ന ക്രിസ്റ്റ ബസിലെയും ജീവനക്കാർ തമ്മിലായിരുന്നു തർക്കം. യാസിൻ ബസിന്റെ ക്ലീനർ സിബി കോടാലി ബസിലെ കണ്ടക്ടർ ആന്റണിയെ മർദ്ദിച്ചുവെന്നാണ് കേസ്. ഒളിവിലായ ക്ലീനറെ കിട്ടാൻ പോലീസ് ബസ്സുകൾ പിടിച്ചെടുത്തതോടെ വരന്തരപ്പള്ളി പാലപ്പള്ളി ചിമ്മിനി റൂട്ടിൽ യാത്രക്കാർ ദുരിതത്തിലായി. തൃശൂർ ചിമ്മിനി ഡാം തൃശൂർ പാലപ്പള്ളി റൂട്ടിൽ ഓടുന്ന ബസ്സുകളാണ് പോലീസ് പിടിച്ചെടുത്തത്. പ്രതിയെ കിട്ടിയാൽ ബസ് വിട്ടു നൽകാം എന്നാണ് പോലീസിന്റെ നിലപാട്. എന്നാൽ ചിമ്മിനി പാലപ്പള്ളി റൂട്ടിലെ 2 ബസ്സുകളും പോലീസ് പിടിച്ചെടുത്തതോടെ തോട്ടം വനം മേഖലയിലെ യാത്രക്കാർ ദുരിതത്തിലായി. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയിൽ ബസിന്റെ അഭ്യാസ പ്രകടനം. സമയത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കാരണം. സ്വകാര്യ ബസ്സുകൾ നിരത്തിൽ പല അഭ്യാസങ്ങളും കാണിക്കാറുണ്ട്. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയിൽ കഴിഞ്ഞ ദിവസവും ഇത്തരമൊരു കലാപരിപാടി അരങ്ങേറി. പ്രകടനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മാപ്രാണം സെന്ററിലായിരുന്നു അഭ്യാസം. ശാസ്ത ബസ് ഇതേ റൂട്ടിൽ സർവീസ് നടത്തുന്ന അൽനാസ് ബസിന്റെ കുറുകെ നിർത്തിയാണ് യാത്രക്കാരെ റോഡിൽ ബന്ദിയാക്കിയത്. സമയത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കാരണം. എന്തായാലും നടുറൂട്ടിലെ ഈ കണക്കുതീർക്കൽ കടന്നുപോയെന്ന് തന്നെ പറയേണ്ടി വരും. വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഉള്ളത് 20 രാജ്യങ്ങളിൽ നിന്നുള്ള 65 വിദേശ തടവുകാർ. ഇതിനു പുറമെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തടവുകാരും ജയിലിലുണ്ട്. ഈ തടവുകാരിൽ 70% ലഹരി കേസുകളിൽ റിമാൻഡിലായവരാണ്. നിലവിൽ ജയിലിൽ പ്രവേശിപ്പിക്കുന്നതിൽ 40% പേരും ലഹരി കേസുകളിൽപ്പെട്ടാണ് തടവിലാകുന്നതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ലഹരി കേസുകളിൽ ജാമ്യം ലഭിക്കാൻ കാലതാമസമുണ്ടാകുന്നത് മൂലം ഉൾക്കൊള്ളാവുന്നതിലും കൂടുതൽ തടവുകാരെയാണ് വിയ്യൂർ സെൻട്രൽ ജയിലിൽ പാർപ്പിച്ചിട്ടുള്ളത്. പ്ലാസ്റ്റിക് കുപ്പികളിൽ വിതരണം ചെയ്യുന്ന മദ്യത്തിന് 20 രൂപ അധികം നൽകണമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്. ഒഴിഞ്ഞ കുപ്പി തിരികെ നൽകിയാൽ പണവും തിരികെ ലഭിക്കും. 20 രൂപ എന്നത് അധിക തുകയല്ല, നിക്ഷേപമായി കണക്കാക്കണമെന്നും MB രാജേഷ് പറഞ്ഞു. തമിഴ്നാട് സർക്കാർ ഇതിനകം പദ്ധതി നടപ്പാക്കിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 800 രൂപ മുകളിലുള്ള മദ്യം ചില്ലുകുപ്പിയിൽ നൽകും. മദ്യം വിതരണം പൂർണ്ണമായും ചില്ലുകുപ്പിയിലാക്കുക സാധ്യമല്ലെന്നും മന്ത്രി പറഞ്ഞു. ഒൻപത് വർഷങ്ങൾക്ക് മുൻപെടുത്ത കേസിൽ കോൺഗ്രസ് പ്രവർത്തകരെ CJM കോടതി വെറുതെ വിട്ടു. ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. പോലീസ് ലാത്തിച്ചാർജിൽ പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. പിന്നീട് ഇവരെ എല്ലാവരെയും പോലീസ് പ്രതികളാക്കുകയായിരുന്നു. തെറ്റുകാരല്ല എന്ന് കണ്ടെത്തിയാണ് കോടതി ഇവരെ വെറുതെ വിട്ടത്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 4.76 കോടി രൂപ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച 128 സ്ലൈഡ് CT, കാഷ്വാലിറ്റിയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ആൻഡ് ട്രോമ തിയേറ്റർ, ICU എന്നിവയുടെ പ്രവർത്തന ഉദ്ഘാടനം മന്ത്രി നിർവഹിക്കും. 16.56 കോടി രൂപ ചിലവിൽ നിർമ്മാണം ആരംഭിച്ച ഡേ കെയർ കീമോതെറാപ്പി സെന്ററിന്റെ നിർമ്മാണ ഉദ്ഘാടനവും ആരോഗ്യമന്ത്രി നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ N അശോകൻ, വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ KB സനിൽകുമാർ, ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജുമാരായ ഡോക്ടർ M രാധിക,
ഡോക്ടർ PV സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ദേശീയപാതയിൽ ചാലക്കുടി പോട്ട മേൽപ്പാലത്തിനു സമീപം കാറിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. മേലൂർ സ്വദേശികളായ കളത്തിൽ വീട്ടിൽ ഷെബിൻ, കുവക്കാട്ടുകുന്ന് ചേലക്കപ്പിള്ളി വീട്ടിൽ എൽസൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുവല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞ് അപകടം. രാവിലെ 6 മണിയോടെ കർണാടക സ്വദേശികൾ സഞ്ചരിച്ച ഇന്നോവ കാറാണ് അപകടത്തിൽപ്പെട്ടത്. പൂവത്തൂർ ഭാഗത്തു നിന്നും അമല റോഡിലേക്ക് വന്നിരുന്ന ഇന്നോവ ക്രിസ്റ്റ കാർ നിയന്ത്രണം വിട്ട് സ്വകാര്യ വ്യക്തിയുടെ മതിലിൽ ഇടിച്ച് മറിയുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മലക്കപ്പാറ റോഡിൽ ഷോളയാറിൽ മരം വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഷോളയാർ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ K. സനിലിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിനോദസഞ്ചാരികളുടെ സഹായത്തോടെ മരം മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. സ്ത്രീപീഡന കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ പുത്തൻചിറ സ്വദേശിയെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളൂർ കൈമാപ്പറമ്പിൽ സജുവാണ് അറസ്റ്റിലായത്. 2016-ൽ സജുവിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തത് പീഡനം മൂലമായിരുന്നുവെന്നാണ് കേസ്. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം പ്രതി ഒളിവിലായിരുന്നു. വാട്സപ്പിലെ വ്യാജ ട്രാഫിക് ചലാൻ ലിങ്കിൽ കുടുങ്ങി ചേലക്കര വെങ്ങാനല്ലൂർ സ്വദേശിക്ക് 5 ലക്ഷം രൂപ നഷ്ടമായതായി പരാതി. സംഭവത്തിൽ ചേലക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വെങ്ങാനല്ലൂർ പരക്കാട് സ്വദേശി NB മനോജിനാണ് പണം നഷ്ടമായത്. കഴിഞ്ഞയാഴ്ചയാണ് തട്ടിപ്പിന്റെ തുടക്കം. മനോജിന്റെ വാട്സപ്പിലേക്ക് ട്രാഫിക് ചലാൻ എന്ന പേരിൽ ആദ്യം ഒരു സന്ദേശം ലഭിച്ചു. കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ലോഗോയും മറ്റും കണ്ടതിനാൽ ഇത് ഒറിജിനൽ തന്നെയാണെന്ന് മനോജ് തെറ്റിദ്ധരിക്കുകയായിരുന്നു. തുടർന്ന് സന്ദേശത്തിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതോടെയാണ് പണം നഷ്ടമായത്. KSFE സ്റ്റാഫ് അസോസിയേഷൻ CITU-വിന്റെ 31ാം സംസ്ഥാന സമ്മേളനം വെള്ളി ശനി ദിവസങ്ങളിലായി തൃശൂരിൽ നടക്കും. ആനത്തിലവട്ടം ആനന്ദൻ നഗർ എന്ന നാമധേയം ചെയ്ത തൃശൂർ റീജിയണൽ തിയേറ്ററിലെ സമ്മേളന നഗറിൽ വെള്ളിയാഴ്ച രാവിലെ സംഘടനാ പ്രസിഡന്റ് കൂടിയായ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം പതാക ഉയർത്തും. തുടർന്ന് 11-ന് നടക്കുന്ന സമ്മേളനം CITU ദേശീയ ജനറൽ സെക്രട്ടറി തപൻ സെൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളന ഹാളിന് സമീപം നടക്കുന്ന ചരിത്ര പ്രദർശനം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബാലൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ സംഘടനകളുടെ സംസ്ഥാന ജില്ലാ നേതാക്കളടക്കം പങ്കെടുക്കും. സംഘടനയ്ക്കപ്പുറം സർവ്വമേഖലയിലെയും വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്ന വലിയ ശ്രമങ്ങളുണ്ട്. സംഘടനയും CITU ഈ പൊതുമേഖലാ സംരക്ഷണത്തിന് വേണ്ടി വലിയ പോരാട്ടം എന്നും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു പോരാട്ടം രാഷ്ട്രീയ വിശ്വാസ പ്രമാണങ്ങൾക്ക് അപ്പുറമുള്ള സ്വീകാര്യതകൾ സംഘടനയ്ക്ക് ലഭിക്കുന്ന നിലയുണ്ട്. സംഘടന സ്ഥാപനത്തിന്റെ പൊതുവായ താല്പര്യങ്ങൾക്ക് വേണ്ടിയും പൊതുമേഖലാ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ ജീവനക്കാരുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നതിനുള്ള വലിയ പോരാട്ടം. അതിപ്പോ ഏത് ഗവൺമെന്റ് ആയിരിക്കുമ്പോഴും ജീവനക്കാരുടെ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്തൊരു നിലപാട് സ്വീകരിക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം, സെമിനാറുകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയും നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായി സംഘടനയുടെ നവീകരിച്ച തൃശൂരിലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എളമരം കരീമും സംഘടനയുടെ മുൻ പ്രസിഡന്റായിരുന്ന CBC വാര്യരുടെ പേരിലുള്ള കോൺഫറൻസ് ഹാൾ CITU ജില്ലാ സെക്രട്ടറി UP ജോസഫും ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്വാഗത സംഘം ചെയർമാൻ UP ജോസഫ്, KSFE സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി S മുരളീകൃഷ്ണപിള്ള, ജോയിന്റ് സെക്രട്ടറി ഷമീർ മുഹമ്മദ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ ബൈജു ആന്റണി, സംസ്ഥാന കമ്മിറ്റി അംഗം KS സരിത എന്നിവർ പങ്കെടുത്തു. മുള്ളൂർക്കര സ്വദേശിക്കെതിരെ വടക്കാഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച പരാതി മനുഷ്യാവകാശ കമ്മീഷൻ തള്ളി. പരാതിക്കാരനെ കോടതിയെ സമീപിച്ച് ഇക്കാര്യത്തിൽ പരിഹാരം കാണാവുന്നതാണെന്ന് കമ്മീഷൻ അംഗം V. ഗീത ഉത്തരവിൽ പറയുന്നു. കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനാൽ കമ്മീഷൻ പരാതിയിൽ ഇടപെടുന്നില്ലെന്നും ഉത്തരവിൽ പറഞ്ഞു. മാനസിക അസ്വാസ്ഥ്യമുള്ളയാളെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേരെ ഇരിഞ്ഞാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പുല്ലൂർ തുറവൻകാട് സ്വദേശികളായ തൈക്കൂട്ട് വീട്ടിൽ സനീഷ്, മരോട്ടിച്ചോട്ടിൽ വീട്ടിൽ അഭിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം രാത്രി പുല്ലൂർ ഗാന്ധിഗ്രാം സ്വദേശി എലമ്പലക്കാട്ട് വീട്ടിൽ അനിത് കുമാറിനെ ആക്രമിച്ച സംഭവത്തിലാണ് നടപടി. പ്രതികൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അംഗമായി KK സുരേഷ് ബാബുവിനെ തെരഞ്ഞെടുത്തു. എറണാകുളം കുമ്പളങ്ങി സ്വദേശിയാണ്
ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കും. സിവിൽ സപ്ലൈ സംഭരിച്ച നെല്ലിന്റെ വില ലഭ്യമാവാത്തതിൽ പ്രതിഷേധിച്ചും കൃഷി ചെലവിന് ആനുപാതികമായി നെല്ലിന്റെ വില വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടും കേരള കർഷക സംഘം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PR വർഗീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി AS കുട്ടി, PK ഡേവിസ്, MM അവറാച്ചൻ, KV സജു, M ബാലാജി തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടിൽ കിട്ടാവുന്ന ഔഷധ സസ്യങ്ങളെല്ലാം സ്കൂൾ വരാന്തയിൽ നിരത്തിവെച്ച് അധ്യാപകർ. കുട്ടികളെ മാത്രമല്ല അമ്മമാരെയും പരീക്ഷിച്ചു. പുത്തൻചിറ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന മത്സരത്തിൽ 80 ഔഷധ സസ്യങ്ങളാണ് നമ്പറിട്ട് നിരത്തിവെച്ചത്. ഔഷധ സസ്യ ഇനങ്ങൾ തിരിച്ചറിഞ്ഞ് എഴുതി കൊടുക്കുന്ന മത്സരമാണ് പുത്തൻചിറ ഗവൺമെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ചത്. വ്യാഴാഴ്ച കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കളും എത്തണമെന്നറിയിച്ചപ്പോൾ ഇങ്ങനെയൊരു മത്സരത്തിലാകുമെന്ന് കരുതിയില്ല. അധ്യാപകരും മറ്റു ജീവനക്കാരും ചേർന്ന പുരയിടങ്ങളിൽ നിന്ന് ശേഖരിച്ച ഔഷധ സസ്യങ്ങളും ഇലകളുമാണ് മത്സരത്തിനായി ഉപയോഗിച്ചത്. ചുറ്റുപാടും കാണുന്ന ഔഷധ സസ്യങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നതായിരുന്നു മത്സരം. ഇന്നത്തെ തലമുറയ്ക്ക് പ്രകൃതിയെക്കുറിച്ചുള്ള അറിവ്, അതുപോലെ തന്നെ അവർ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച്, അതിൻ്റെ പോഷകാഹാരത്തെക്കുറിച്ചുള്ള ചിന്തകളൊന്നും അവർക്ക് വളരെ കുറവാണ്. അപ്പോൾ ആ ഇലക്കറികളുടെ പ്രാധാന്യം നമ്മുടെ നാടൻ ഭക്ഷണ രീതിയൊക്കെ പരിചയപ്പെടുത്താനായിട്ട് അമ്മമാർക്കും കുട്ടികൾക്കുമായിട്ടുള്ള ചെടി തിരിച്ചറിയൽ മത്സരം, അതുപോലെ ഇലക്കറി മേള സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല ക്ലാസ്സിനും അതുപോലെ തന്നെ ഏറ്റവും നല്ല കുട്ടിക്കും സമ്മാനം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അമ്മമാർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞ സസ്യങ്ങളുടെ പേരും പ്രത്യേകതയും കുട്ടികളോട് വിശദീകരിച്ചു. 80ഓളം സസ്യങ്ങളാണ് തിരിച്ചറിയാനുണ്ടായിരുന്നത്. 59 ഇനങ്ങൾ തിരിച്ചറിഞ്ഞ ഷിജി ഷൈജു മകൻ ബദ്രിനാഥും മത്സരത്തിൽ 1ാം സ്ഥാനത്തെത്തി. കൂടാതെ സ്കൂളിലെ ക്രിയേറ്റീവ് കോർണറിൽ രക്ഷിതാക്കൾ ഇലക്കറികളുടെ പാചകവും ഔഷധ ഗുണങ്ങളും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നുണ്ട്. വിവിധങ്ങളായിട്ടുള്ള പ്രകൃതി അടുത്തറിയുന്ന മത്സരങ്ങളുമായിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം കുട്ടികൾ പ്രകൃതിയെ തിരിച്ചറിയുന്നത്. നമുക്കിവിടെ ഒരു ജൈവ വൈവിധ്യ ഉദ്യാനമുണ്ട്. അവിടെ തന്നെ കിട്ടുന്ന ഔഷധങ്ങൾ കൂടി ചേർത്തുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഏതാണ്ട് 80ഓളം നാടൻ ഔഷധ സസ്യങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടാനുള്ളൊരവസരമുണ്ട്. അധ്യാപകരായ CS അജിത, R കിരൺകുമാർ, വാർഡ് മെമ്പർ ജിസ്മി സോണി, PTA പ്രസിഡന്റ് MP സോണി, MPTA പ്രസിഡന്റ് ഖദീജ എന്നിവർ മത്സരം സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകി. TCV ന്യൂസ്, മാള. പ്രധാന വാർത്തകൾ വീണ്ടും. ഇരിഞ്ഞാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി റിസർവ് ബാങ്ക്. 6 മാസത്തേക്ക് നിക്ഷേപകർക്ക് പിൻവലിക്കാനാവുക 10,000 രൂപ മാത്രം. നിക്ഷേപകർ ആശങ്കയിൽ. ബാങ്കിനെതിരെ വ്യാപക പ്രതിഷേധം. റാപ്പർ വേടനെതിരെ പീഡന പരാതിയുമായി യുവ ഡോക്ടർ. പരാതി തനിക്കെതിരെയുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്ന് ആരോപിച്ച് വേടൻ. സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്നും ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നതിന് ആലോചന. പൊതുജനാഭിപ്രായം തേടി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ വർദ്ധിപ്പിച്ച സ്റ്റാൻഡ് ഫീസ് നൽകണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ്സുകൾ തടഞ്ഞ് കോർപ്പറേഷൻ അധികൃതരും കരാറുകാരും. പ്രതിഷേധിച്ച് ബസ്സുടമകൾ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. കടലിൽ പോകാനുള്ള ഒരുക്കത്തിൽ മത്സ്യത്തൊഴിലാളികൾ. തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിലെ ലോഡ്ജിൽ വിൽപ്പനയ്ക്കെത്തിച്ച 5 കിലോ കഞ്ചാവ് എക്സൈസ് പിടികൂടി. ഉത്തർപ്രദേശ് സ്വദേശി സുഹൈൽ അറസ്റ്റിൽ. നെടുപുഴയിൽ MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.